ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ക്യാരറ്റൊക്കെ നമ്മൾ വെറുതെ കൊടുത്താലോ കറിയിലിട്ട് കൊടുത്താലോ പിള്ളേരൊന്നും കഴിക്കില്ല. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പിള്ളേർ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കൂട്ടാ. 2 ക്യാരറ്റും കുറച്ച് റവയുണ്ടെങ്കിൽ ഒരു അടിപൊളി അപ്പം ഉണ്ടാക്കാൻ. അങ്ങനത്തെ ഒരു അപ്പമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. ഇതുണ്ട്. ക്യാരറ്റിൻ്റെ കൂടെ പകുതി നേന്ത്രപ്പഴമാണ് ചേർക്കണേ. അത് മുറിച്ചിടാം. 1/4 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് പാല്. കുക്കർ അടച്ച് ഒരു വിസിൽ വിട്ടെടുക്കാം. കുക്കറിൻ്റെ ആറ് പോകുമ്പോഴേക്ക് നമുക്ക് 2-3 സാധനം വറുത്തെടുക്കാം. ഒരു ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിലൊരു ഈർപ്പം ഉണ്ടാവില്ലേ, അതൊന്ന് മാറ്റിയെടുക്കണം. ക്യാരറ്റ് ഡ്രൈ ആയി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ മാറി എടുക്കണം. നാളികേരക്കൊത്തും റെഡിയായി. ഫ്ലെയിം ഓഫ് ആക്കുക. 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര. ഏലക്കപ്പൊടിയാണ് ചേർക്കണതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പൊടിച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി. ഏലക്കയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണം കേട്ടോ. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. റവയുടെയും പഞ്ചസാരയുടെയും പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. വേവിച്ച് വെച്ചേക്കണ ക്യാരറ്റിൻ്റെയും പഴത്തിൻ്റെയും മിക്സ് തണുത്തു. ഇതും ജാറിലേക്ക് ചേർക്കാം. ഇതിൽ ബാക്കി വന്ന ഈ പാലും ചേർത്തിട്ട് തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത ക്യാരറ്റിൻ്റെ മിക്സ് റവയുടെ കൂട്ടിലേക്ക് ചേർക്കാം. ജാറിലേക്ക് കുറച്ച് പാല് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്ററൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോരാനായിട്ട് നിങ്ങൾ പാലിന് പകരം വെള്ളം വേണമെങ്കിൽ ഇതിന് ആഡ് ചെയ്യാട്ടോ. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് വേവിക്കാനായിട്ട് 1/4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇപ്പം 1/2 കപ്പ് പാലാണ് ചേർത്തേക്കുന്നത്. കുറച്ചും കൂടി നമുക്ക് പാല് വേണം. 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് വേവിച്ചതും പാല് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റവ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. റവ സോഫ്റ്റ് ആവാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ ബാറ്റർ. നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. 1/4 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കണ നാളികേരക്കൊത്ത് ചേർക്കുന്നുണ്ട്. നാളികേരക്കൊത്തൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കുറച്ച് കാഷ്യൂ ചേർക്കാം. അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ല. ക്യാരറ്റ് വേവിച്ച് ചേർക്കുന്നുണ്ട്, പഴവും ചേർക്കുന്നുണ്ട്. അത് കാരണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എല്ലാം മിക്സ് ചെയ്തിട്ട് മാവിൻ്റെ പാകം നോക്കുക. ഈ പാകത്തിൽ വേണം കേട്ടോ മാവ്. അതനുസരിച്ച് നിങ്ങൾ വെള്ളമായാലോ പാലായാലോ ആഡ് ചെയ്തോളൂ. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ആവി കയറ്റി എടുക്കാം. ഞാൻ 3 കുഞ്ഞി പാത്രം എടുത്ത് അതിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ പാത്രമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ പാത്രത്തിൽ എങ്ങനെ വേണോ അത് നമ്മുടെ ചോയ്സാണ്. എല്ലാ പാത്രത്തിലേക്കും 1/4 ഭാഗം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വേവട്ടെ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചോളൂ. അതിന് ശേഷം നമുക്ക് മുകളിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു ഇല മുകളിൽ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. 2 മിനിറ്റ് ആയി. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡ്രൈ ആക്കി വെച്ചേക്കണേ ക്യാരറ്റ് വെച്ച് കൊടുക്കാം. ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് നട്ട്സ് വെക്കാം, നാളികേരക്കൊത്ത് വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ക്യാരറ്റ് നമ്മൾ ഡ്രൈ ആക്കാൻ കാരണം ക്യാരറ്റിന് ഒരു ഈർപ്പം ഉണ്ടാവുമല്ലോ. അപ്പത്തിലേക്ക് ആവുമ്പോൾ അപ്പം കുറച്ച് ലൂസായി പോവും. അത് കാരണമാണ് ഒന്ന് ഡ്രൈ ആക്കി വെക്കണേ. നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിൽ വെച്ചോളൂ, എന്നിട്ട് വേവിച്ചാൽ മതി. അപ്പം വേവാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. തുറക്കാം. നമുക്ക് വെന്തുണ്ടോ നോക്കാം. വെന്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. ബാക്കി വന്ന മാവ് വേറൊരു ബൗളിലാക്കി ഞാൻ തന്നെ വേറെ ഒന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പം എല്ലാ അപ്പം തണുത്തുണ്ട്. നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ചൂട് ക്യാരറ്റൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അപ്പാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.